എടി പത്മാവതി, പത്മാവതി, എഴുന്നേൽക്കാൻ. ദേ ആരൊക്കെയാ വന്നിരിക്കുന്നേ നോക്ക്. നിങ്ങൾ വന്നോ? നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ? എന്റെ ഭർത്താവ് ഇലക്ഷനിൽ തോക്കൂന്ന്. എന്നിട്ട് എന്തായി? തോറ്റോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങളുടെ പ്ലാനും പദ്ധതികളും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ദൈവം പ്രതാപേട്ടന്റെ കൂടെയാ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ അഹങ്കാരത്തിനൊക്കെ ഭഗവാൻ കൂലി തന്നിരിക്കും. ദൈവം എനിക്ക് തരുന്ന കൂലിയല്ലേ, അത് ഞാൻ വാങ്ങിച്ചോളാം. അതിനെ എനിക്ക് നിന്റെ ഒത്താശയൊന്നും വേണ്ട. അംബികയ്ക്ക് നീ ഉദ്ദേശിച്ചതിനേക്കാളും വിൽപ്പവർ ഉണ്ടടി. പ്രതാപൻ തോൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ അവൻ ജയിച്ചത് കണ്ട് മനസ്സും അടുത്ത് തോറ്റ് പിന്മാറുന്ന ആളല്ല ഞാൻ. ഞാൻ പോരാടും, ജയിക്കാനായി തളരാതെ പോരാടും. അവസാനം വിജയം എന്റേതായിരിക്കും. നീ കുറിച്ചു വച്ചോ പത്മാവതി. പ്രതാപന്റെ ഈ ഭരണകാലം തീരുന്നതിന് മുൻപ് അവന്റെ സ്ഥാനത്ത് ഈ അംബിക കയറിയിരിക്കും. അത് അംബികയുടെ വാശിയാ. എന്റെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്തുക്കളും സ്ഥാനമാനങ്ങളുമാ നിങ്ങളും ഭർത്താവും കൂടി അനുഭവിക്കുന്നത്. ഈ അമ്മയും അമ്മയുടെ മോനും അതൊക്കെ തിരിച്ചു പിടിച്ചിരിക്കും. പിന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ സ്ഥാനം ആ കൊട്ടാരം പോലത്തെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും. ദീപക്കെ, നീ ഈ തലമുറയിൽ വളരുന്നൊരു ചെറുപ്പക്കാരനാ. കാലം മാറിയത് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ നീ നിന്റെ അമ്മയെപ്പോലെ എങ്ങനെ ഇരുട്ട് തേടുന്ന തപ്പിയാല് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നിങ്ങളാണ് എന്നെ സന്മാർഗം പഠിപ്പിക്കാൻ. ദീപക്കെ, നിന്റെ അമ്മായില്ലേടാ അവള്? അമ്മായി ഉപദേശിക്കുമ്പോ ഇങ്ങനെ മര്യാദ ഇല്ലാതാണോ അമ്മായിക്ക് മറുപടി കൊടുക്കേണ്ടത്? ദേ, ഇങ്ങനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വേണം ഇവക്ക് മറുപടി കൊടുക്കാൻ. എന്താ പത്മാവതി, നിനക്ക് ആ പഴയ പ്രതികരണ ശേഷി നഷ്ടമായോ? നിനക്കിപ്പോ തീരെ ബലമില്ലെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എന്താ എനിക്ക് ആഹാരത്തിൽ കലക്കി തരുന്നത്? ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്ര ഞാനൊരിത്തിരി വറ്റി കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാ ഞാൻ മയങ്ങിപ്പോവും. അപ്പോ ഉണ്ടാകുന്നത് മയക്കമാണെന്ന് നിനക്ക് മനസ്സിലായി. എടി, നിനക്ക് തരുന്നതേ മരുന്ന് തന്നെയാ. നീ ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാതെ ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങി 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 നിനക്കേ എന്നേക്കുമായി ഉറങ്ങാം. മനസ്സിലായില്ലേ? ഈ കെട്ടിടം ഞങ്ങൾ അമ്മായിയുടെ പേരിൽ വാങ്ങിച്ചു. അമ്മായി ഇനി പുറലോകം ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് അമ്മായിക്ക് ഒരു സ്വാഭാവിക മരണം ഉണ്ടാവണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. വർഷങ്ങളായി ഭർത്താവിനെയും മകളെയും പിരിഞ്ഞു ജീവിക്കുന്ന പത്മാവതി മാനസിക പിരിമുറുക്കം കൊണ്ടും വിഷാദ രോഗം കൊണ്ടും മരിച്ചു. അങ്ങനെ പുറലോകം അറിയും. ഈ കൈ നനയാതെ മീൻ പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു അല്ലേ അമ്മേ? അതെ. എന്തായാലും നിനക്ക് മനസ്സിലായല്ലോ, നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ലോ പോയിസൺ ആണെന്ന്. അതുകൊണ്ടേ നിനക്കത് കഴിക്കാം, കഴിക്കാതിരിക്കാം. പക്ഷേ ഭക്ഷണം കഴിച്ചാ നീ പതിയെ സമയമെടുത്ത് ചാവും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും. എന്തായാലും ചോയ്സ് നിന്റേതാ, അല്ലേ മോനെ? അതെ, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. എന്തിനാ നിങ്ങൾ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്ന? നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എവിടെയെങ്കിലും ദൂരെ പോയി ദൂരെ നിന്ന് എന്റെ മകളെ കണ്ട് ഞാൻ ജീവിച്ചോളാം. അവളുടെ പേരിലും എന്റെ പേരിലുള്ള സ്വത്തുക്കള് ഞാൻ
നിങ്ങൾക്ക് എന്നെ എഴുതി തന്നേക്കാം. അമ്മേ, അമ്മായി പറഞ്ഞതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ? എടാ, ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലടാ. ഒരിക്കൽ എന്നോടേ ഈ നാട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് പോയവളാ ഇവള്. എന്നിട്ട് ഇവള് തിരിച്ചു വന്നില്ലേ? ഇവൾ എത്ര ദൂരെ പോയിരുന്നാലും ഇവളുടെ ഭർത്താവിനെയും മോളെയും കാണാതെ ഇരിപ്പുറക്കില്ല. ഇവളുടെ വാക്കിലൊന്നും നീ മയങ്ങല്ലേ മോനെ. ഇല്ല ചേച്ചി, ഞാൻ പറയുന്നത് സത്യമോ? എന്നെ പോകാൻ അനുവദിച്ച ചേച്ചി പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ആണോ? സത്യം. ശരി, എനിക്കേ നിന്നെ വിട്ടയക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ ഒരല്പ സമയം കൂടി വേണം. ഇപ്പോഴേ എനിക്കും എന്റെ മോനും അതിലും പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. നിന്റെ മകളെ വിവാഹം കഴിക്കാനേ ഒരു ചെറുപ്പക്കാരൻ അവതരിച്ചിട്ടുണ്ട്. ഗുണഗണങ്ങളുടെ കാര്യത്തിലേ രാജുവിന്റെ ഗുരുവായിട്ട് വരും ആ ചെക്കൻ. പേര് റോഹൻ. അവനൊരു മന്ത്രി കുടുംബത്തിലെ പയ്യനാ കേട്ടോ. അവനെ ഒന്ന് ഒതുക്കണം. ഞാനും ദീപക്കുവേ അതിനുള്ള തയ്യാറെടുപ്പില്ല. നീ ഇവിടെ മിണ്ടാതിരിക്കെ. അവന്റെ പിറന്നാൾ ആഘോഷം എങ്ങനെ കൊളമാക്കണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് വലിയ തൊന്തരവായല്ലോ. ഇവള് നമുക്കൂടി സമാധാനം തരില്ലടാ. നീ വാ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയിരിക്കാം. നടക്ക്. ചേച്ചി പോവല്ലേ. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചി മഴ നിന്നാലും മരത്തിൽ തുള്ളികൾ ഇങ്ങനെ വീണോണ്ടേയിരിക്കും. ഇതെല്ലാം നീ പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ അറിയാൻ. അല്ല പ്രിയെ, നമുക്ക് ഈ മരങ്ങളൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാലേ കുറേ കാശ് കിട്ടും. തുണി ഉണക്കുകയും ചെയ്യാം, ഇത്രയും കഷ്ടപ്പാടും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ. നമുക്ക് ചെയ്താലോ രാധമ്മേ? ജയ, എന്തു പറഞ്ഞാലും വിൽക്കാന്നല്ലാതെ വേറെ ഒരു വാക്ക് നിന്റെ വായിന്ന് വരില്ലേ? ഇത് വാടക വീടാ. ഇവിടുള്ള ഒരു സാധനത്തിലും നിന്റെ കണ്ണു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എന്തെങ്കിലും വെട്ടി വിൽക്കണമെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് വീടും പറമ്പും ഒക്കെ വാങ്ങിയിട്ട് ആ പറമ്പിൽ നിന്ന് വെട്ടി വിറ്റാ മതി. പുച്ചിസ്റ്റ്, അൾട്ടിമേറ്റ് പുച്ഛം. എന്റെ നമ്പർ വരും, അന്നിതിന് മറുപടി തന്നോളാം. എന്താ ഇവിടെ ഒരു സംസാരം? വേണുവേട്ടാ, ഈ ജയം പറയുവാ ഇവിടുള്ള മരമൊക്കെ വെട്ടി വിൽക്കാന്ന്. അത് നല്ലൊരു ഐഡിയ ആണല്ലോ ജയ. രാധേ, നീ എന്തിനാടിയാ അവനെ നിരുത്സാഹപ്പെടുത്തണേ? കടാ, അച്ഛന് കാര്യം മനസ്സിലായി. ഇതിനെയാണ് സെയിം വൈബ് എന്നൊക്കെ പറയുന്നത്. കടാ, രാധമ്മയ്ക്ക് മനസ്സിലായോ? വൈബ് മരുമോനെ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. എന്താ അച്ഛാ? ഓരോ മാസവും നമുക്ക് ഓരോ വാടക വീട് മാറാം. എന്നിട്ട് അവിടെയുള്ള മരങ്ങൾ ആദ്യം മുറിച്ചു വിൽക്കണം. അത് കഴിഞ്ഞ് അവിടുത്തെ കിണറ്റിലെ വെള്ളം ഊറ്റി വിൽക്കണം. പിന്നെ വീടിന്റെ കല്ല്, ഓട്, ഭിത്തി പൊളിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കട്ടില, ജനാല, അങ്ങനെ എല്ലാം നമുക്ക് വിൽക്കണം. എന്നിട്ട് അടുത്ത വീട്. ഓ, അങ്ങനെ ചെയ്ത അടിപൊളിയായിരിക്കില്ലേ? ഊതിയതാണല്ലേ? മനസ്സിലായല്ലേ? ഓ, ഒരു നിമിഷത്തേക്ക് നിങ്ങളൊരു വൈബ് തന്തയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. തന്ത വൈബ് എന്നും തന്ത വൈബ് തന്നെ.
ഇതെന്താ രാജുവിന്റെ കൂടെ മാഡം വരുന്നത്? എനിക്കറിയാമോ എന്തിനാ വരുന്നേന്ന്. അത് അവളോട് എന്നെ ചോദിക്കണം. ഈ ബാധ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. വീണ്ടും ഇങ്ങനെ കയറി വന്ന അത് ശരിയാവില്ല. ഈ ഗ്യാപ്പിന്ന് രമ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഈ വരവ് നിർത്തിച്ചേ പറ്റൂ. മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതെന്താ രാധമ്മേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അത് മുഖത്തൊക്കെ പറയാൻ പറ്റാത്തോണ്ടായിരിക്കും രാധമ്മ ഒന്നും മിണ്ടാതെ വയ്ക്കുന്നത്. അല്ല രാധമ്മേ? അതെ, ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനില്ല. സത്യം പറഞ്ഞ മേഡം ഇപ്പൊ കാണിക്കുന്നതേ ഭയങ്കര മോശം പരിപാടിയാണ്. അളിയ, ഇങ്ങനെ ബന്ധമൊന്നുമില്ലെന്നും പറഞ്ഞ് ഇവിടെ നിറങ്ങി പോയിട്ട് രാജുവിനുള്ള ബൈക്കിൽ കയറി ഇങ്ങനെ കറങ്ങുന്നത് എന്തിനാ? ആൾക്കാർ കണ്ട എന്താ പറയാ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ, അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളവര്. ആ അന്തസ് അഭിമാനവും പ്രവൃത്തിയിൽ കൂടി കാണിക്കണം. ഡാ, നീ ഒന്ന് നിർത്ത്. സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. തന്ത വൈബേ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു ഫ്ലോയിൽ സംസാരിച്ച് വരുമ്പോ അതിനിടെ കയറരുത്. ആ, അപ്പൊ പറഞ്ഞു വന്നത്, അതേ അന്തസ് അഭിമാനവും ഞങ്ങൾക്കും ഉണ്ട്. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ കാരണതെല്ലാം പോയി കിടക്കുക. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയില് വീണ്ടും തരികടയായിട്ട് വരല്ലേ മേഡം? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല വന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി വന്നത്. രാധമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ വന്നത്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഋതികെ. ഓരോന്നിനും ഓരോ ലിമിറ്റൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ഓരോന്നിങ്ങനെ ചെയ്തോണ്ടിരുന്നാലേ ആരായാലും പ്രതികരിക്കും. പ്രീച്ചി, അതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇതൊരു അപേക്ഷയാ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മാഡം. ചേച്ചി, ഋതിക മാഡത്തിന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഓ, നിനക്ക് നാക്കുണ്ടോ? അത് ഞങ്ങൾക്കാർക്കും വേണ്ടി പൊങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഋതികയെ പറഞ്ഞപ്പോ നാക്ക് പൊങ്ങുകയും ചെയ്തു. ഇതിലും ഭേദമേ നീ വല്ല... ഞാനൊന്നും പറയുന്നില്ല. വേണ്ട രാജു, ഞാൻ പൊയ്ക്കോളാം. മാഡം, എനിക്ക് വേണ്ടി രാജു ഒന്നും പറയണ്ട. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി വരില്ല. മാഡം, പോട്ടെ. അളി, മോളെ, അല്ല മോളെ എന്താ എന്നോട് പറയാമെന്ന്? അത് പിന്നീടൊരിക്കലാവാ രാധമ്മേ. ഇപ്പോ ഞാൻ പോവാ. എങ്ങനെ പിരിഞ്ഞു പോയാലും പിന്നെ ഒരു ഒട്ടായി. ഇവള് സത്യം പറഞ്ഞ മിനിസ്റ്റർ മോളോ അതേപോലെ പച്ചക്കമ്പനി മുതലാളിയുടെ മോളോ?
നിന്നോടിനി രാജുവിന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേടി. രമ്യ, മുന്നിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് പോണം. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി തരുതികെ. മറുപടി തന്നതിന് ശേഷം നീ പോയാ മതി. എനിക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം. എടി, നിന്നോട് ഞാൻ ഒരു തവണ മര്യാദയ്ക്ക് പറഞ്ഞതാ, ഇനി രാജുവിന്റെ വീടിന്റെ പടി ചവിട്ടരുതെന്ന്. പിന്നെ എന്തിനാടി നീ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കേറി വരുന്നെന്ന് എനിക്കറിയണം. എന്താടി നിന്റെ ഉദ്ദേശം? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല രമ്യ. ഉണ്ട് ഋതികെ. കാരണവേ അതെന്റെ വീടാ. ആ വീട്ടിലുള്ള രാജു എന്റെ ഭർത്താവാൻ പോകുന്ന ആളും. അപ്പൊ നീ ആ വീട്ടിൽ കേറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ വന്നത് രാജുവിനെ കാണാനല്ല, രാധമ്മയും വേണുവെങ്കിലും കാണാനാ. എന്തിന്? അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടി? നിന്റെ അച്ഛനെ നിന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ? ഇനിയും അവിടെ കയറി ഇറങ്ങി നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ആ വിവാഹം മുടക്കി രാജുവിന്റെ തലേ കയറി ഇരിക്കാന്ന് നീ കരുതണ്ട. ഞാനതിന് സമ്മതിക്കില്ല. രാജു എന്റെയാ, എന്റെ മാത്രം. രാധമ്മയും വേണുവെങ്കിലിനെയും കൂട്ടുപിടിച്ചേ നീ രാജുവിനെ വശീകരിക്കാന്ന് കരുതിയെങ്കിലേ നിനക്ക് തെറ്റി. ഞാൻ പറഞ്ഞല്ലോ, പ്രിയ ചേച്ചിയും ജയൻ ചേട്ടനും ഇപ്പൊ നിന്നെ വെറുക്കുന്ന പോലെ അവരും നിന്നെ വെറുക്കുന്ന കാലം ദൂരെ അല്ല ഋതികെ. രാജുവിനെ മറന്ന് നിന്റെ അച്ഛൻ കണ്ടുപിടിച്ച ചെക്കനെയും കെട്ടി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വെറുതെ ആളുകളെ കൊണ്ട് പറയിച്ച് നിന്റെ അച്ഛന്റെ വില കളയുന്ന ഏർപ്പാടെ ഒന്ന് നിർത്ത്. ശ്ശോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ. രമ്യ, രാജുവിനെ സ്വന്തമാക്കാൻ കഴിയോ ഇല്ലയോ എന്ന നിന്റെ ഭയമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. ഇന്നാർക്ക് ഇന്നാരെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈശ്വരന്. ഋതികയ്ക്ക് രാജുവിന്റെ ഭാര്യയായി ജീവിക്കാൻ യോഗം ഉണ്ടായിരുന്നു. ഋതിക രാജുവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചു. ഇനിയും ആ യോഗം നീണ്ടു നിൽക്കാനാണ് ദൈവവിധിയെങ്കിൽ നീയല്ല ആര് തടസ്സം നിന്നാലും അതങ്ങനെ തന്നെ നടക്കും. വേണ്ട രമ്യ, ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ട വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ചുരുങ്ങിയ പ്രായത്തില് അനുഭവിച്ചൊരു പെൺകുട്ടിയാ ഞാൻ. നിന്നെക്കാളും വിഷം കൂടിയ അംബിക എന്ന എന്റെ അമ്മായിയെ ഇപ്പോഴും സഹിക്കുന്നവളാ ഞാൻ. അതുകൊണ്ട് എന്നോട് വേണ്ട. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നീ ജയിച്ചു രമ്യ. ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ചേട്ടനെ പോലെ സ്നേഹിച്ചിരുന്നവരെ, ഇന്നും ഒരുപാട് സ്നേഹിച്ചിരുന്ന 2 പേരെ നീ നിന്റെ സൈഡാക്കി. അതിലെനിക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. നീ എന്നെ ഉപദ്രവിക്കാനുള്ള പണികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാന ജയം ആരുടേതായിരിക്കുമെന്ന് നമുക്ക് കാണാം. കാണാടി. നാശം പിടിച്ചവള്. ഇവക്കൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ശല്യമാവാതെ ചത്ത തോലഞ്ഞൂടെ? മോളെ, അച്ഛാ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നിന്റെ മോഹം ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിവെച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അല്ല, നീ ഇതെവിടെ പോയിട്ട് വരുന്ന വഴിയാ? അച്ഛൻ എന്നെ വഴക്ക് പറയരുത്. നീ കാര്യം എന്താന്ന് വെച്ചോ പറയേ. അച്ഛാ,
രാജുവിന്റെ വീട് വരെ പോയതാ. രാജുവിന്റെ വീട്ടിലോ? എന്തിന്? നിനക്കറിയാവുന്നല്ലേ മോളെ, നിന്റെ അമ്മായിക്ക് രാജുവിന്റെ വീട്ടിലേക്ക് നീ പോകുന്ന ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചിയാണ് കണ്ടിരുന്നെങ്കിൽ നിന്നോടിപ്പോ വഴക്കുണ്ടാക്കി വരുന്നില്ലേ? എന്തിനാ നീ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ചേച്ചിയുടെ ദേഷ്യം പിടിച്ചു പറ്റുന്നേ? അച്ഛാ, ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോയതാ. പാടില്ല മോളെ. അവർക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? അല്ലച്ചാ, അത് മോളെ, നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോറി അച്ഛാ, ഞാനിനി ഇത് ആവർത്തിക്കില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയാം. എന്തും നിനക്ക് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരിക. ശരി അച്ഛാ, ഞാനിനി അച്ഛൻ പറയുന്നത് പോലെ എല്ലാം അനുസരിച്ചോളാം. രാജു